ഹലോ യൂട്യൂബ്. ഇപ്പോൾ നമ്മൾ ചതുരംഗപ്പാറ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചതുരംഗപ്പാറ എത്താറായി. അതിരാവിലെ ഒരു 7:30 വരെ ഈ റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ചുറ്റും മഞ്ഞായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ റോഡ് മൊത്തം മൂടലായിരിക്കും. അങ്ങോട്ട് വരാൻ പറ. കഴിഞ്ഞ പ്രാവശ്യം ഈ റൂട്ടിൽ കൂടെ പോയ സമയത്ത് ശരിക്കും മഞ്ഞായിരുന്നു. അതിൻ്റെ അനുഭവം ആ വീഡിയോ ക്ലിപ്പും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അന്ന് പോയപ്പോൾ 5:30 സമയമായിരുന്നു. ആ സമയത്തുള്ള ക്ലിപ്പിങ്ങുകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു. ശരിക്കും കൈക്കും വിറയ്ക്കുന്ന അത്രയ്ക്കും തണുപ്പായിരുന്നു. ഇപ്പോൾ ഉച്ച ടൈം ആവാറായി. 11 മണി 11:30 ടൈം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും തണുപ്പ് ഇവിടെ ഇല്ല. പക്ഷേ മുകളിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് കാറ്റുണ്ടാവുന്നതാണ്. റെക്കോർഡിംഗ് അല്ലേ? അതെ. ഈശ്വര, വിൻഡോയിൽ ക്യാമറ കിട്ടണേ. ഉച്ച ചെയ്തുകൊണ്ടായിരിക്കും കാറ്റില്ലാത്ത. തല ഇങ്ങനെ പൊക്കി വെക്കണം മൊത്തം കിട്ടണമെങ്കിൽ. അയ്യോ, തൊട്ട് മുമ്പ് ആ വിൻഡ് മില്ലൊക്കെ കണ്ട അതേ സെയിം റൂട്ടാണിത്. അതിരാവിലെയുള്ള ടൈമാണിത്. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയ്ക്കും മഞ്ഞുള്ള കാരണം ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. ആ വിൻഡ് മില്ല് പോലും ഞങ്ങൾ കണ്ടില്ല. ശരിക്കും ഈ റൂട്ടിൽ വിൻഡ് മില്ല് ഇത്രയ്ക്ക് എണ്ണം ഉണ്ടെന്ന് പോലും ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായില്ല. അത്രയ്ക്കും മൂടലായിരുന്നു. ഏറ്റവും മുകളിൽ എത്തിയപ്പോഴാണ് ഒരു വിൻഡ് മില്ലെങ്കിലും ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. ഭയങ്കരമാണല്ലോ, ഒന്നും കാണുന്നില്ല. ചെറുതായിട്ടെങ്കിലും വെളിച്ചം വന്നുകൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലും കാണാൻ പറ്റുന്നത്. രാത്രി വല്ലതും പോവുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ കഷ്ടമായിരിക്കും. ഒന്നും കാണാൻ പറ്റൂല. കേറിക്കോ കേറിക്കോ. ചെളിയാ. ചേട്ടാ ഇവിടേക്ക് ഇരിക്കാം. ചേട്ടാ ചേട്ടാ ഇവിടേക്ക് ഇരിക്കും. ഇവിടെ സുഖമായിട്ട് തിരിക്കണമല്ലേ? റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇത്രയ്ക്കും സ്ഥലം ഉണ്ടായിട്ടും ആ കാറുകാരന് ഒട്ടും ഗ്യാപ്പ് കൊടുക്കാതെ ആ ട്രാവലറുകാരൻ ഇരുന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടയറും ഇത്തിരി ചെളിയാവുന്നല്ലേ ഉള്ളൂ. കാറ്റില്ല. ശേ, ഒരുവിധം എപ്പോഴും ശരിക്കും കാറ്റുള്ള സ്ഥലമാണത്. അതുകൊണ്ടാണല്ലോ ഇത്രയ്ക്ക് വിൻഡോയിൽ വെച്ചേക്കണത്. നമ്മളെത്തിയപ്പോൾ ശരിക്കൊരു നിർഭാഗ്യ സമയമായി പോയി. അത്രയ്ക്കും വൈബിലേക്ക് എത്തിയിട്ടില്ല. എത്തിയ ടൈം വളരെ ശോകമായി പോയി. ശരിക്കും 11:45 ആയി എത്തിയപ്പോൾ തന്നെ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പക്ഷെ ചൂടൊന്നുമില്ല, ഉച്ച ടൈമാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം തണുപ്പ് ഒക്കെയുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എളുപ്പമുള്ള പരിപാടിയല്ല. റോഡ് അത്രയ്ക്കും മോശമാണ്. അപ്പോൾ കാറുകൾക്കൊന്നും കയറാൻ പറ്റില്ല. അത്യാവശ്യം ഓഫ് റോഡ് ജീപ്പുകൾക്കും അങ്ങനത്തെ ഉള്ള വണ്ടികൾക്ക് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ. പിന്നെ ബൈക്കുകാർക്ക് പിന്നെയും കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാവുന്നേ ഉള്ളൂ. ഈ സൈഡിൽ ഇത്തിരി ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. കാലൊന്നും അറിയാതെ മാറി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മലയുടെ താഴേക്ക് വീഴാൻ പോണേ. മൂടി മൂടി. ആ ഇവിടെ നിന്നുള്ള മൊത്തം വ്യൂ എന്ന് പറയുന്നത് ഒട്ടും രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പം ചെറുതായിട്ട് കാറ്റും വന്നു തുടങ്ങിയിട്ടുണ്ട്. വിൻഡ് മില്ല് കറക്കാനുള്ള അത്രയ്ക്കും കാറ്റ് എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും തണുപ്പും ചെറിയ വൈബൊക്കെ വന്നു തുടങ്ങി. അതിരാവിലെ ഈ സ്പോട്ടിലേക്ക് വന്ന സമയത്തുള്ള മഞ്ഞ് നിങ്ങൾ കണ്ടു. പക്ഷെ മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലും കാണാൻ പറ്റൂല. ഇവിടെ ഇത്രയ്ക്ക് നല്ല വ്യൂ ഉണ്ടെന്ന് പോലും നമുക്ക് ആ സമയത്തെത്തുമ്പോൾ അറിയാനേ പറ്റൂല. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ സമയത്തേക്കും നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുമാണ്. ശരിക്കും കൈയ്ക്കും വിറയ്ക്കുന്ന അത്രയ്ക്കും തണുപ്പാണ്. കുറേ നേരം ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. ചില സമയത്ത് ഒരു കമ്പിളി പുതപ്പോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് സൺറൈസ് വന്നത് കാണണമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സൺറൈസ് വന്ന സമയത്ത് ദേ ഈ വീഡിയോ കാണുന്ന പോലെ അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണത്. ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ചെറുതായിട്ടെങ്കിലും വിൻഡ് മില്ല് കറങ്ങി തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ ചുറ്റുമുള്ള മലകളും മേഘങ്ങളും ഒക്കെയും ഒരു രക്ഷയില്ലാത്തൊരു വൈബ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ചതുരംഗപ്പാറയിൽ അത്യാവശ്യം നല്ല ടൈം നമ്മൾ ചിലവഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷനുണ്ട്. ഞങ്ങളൊരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. തലേ ദിവസം ഇറങ്ങിയെന്നുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയാണ്. ഞങ്ങളുടെ പയ്യൻ്റെ ബ്രേക്കൊന്ന് ഫെയിലായി നേരെ കൊക്കയിലേക്ക് വീഴേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലെ പിള്ളേരെല്ലാവരും ഇപ്പോൾ എത്തിയേക്കാണ്. ഇനി ആ ഫംഗ്ഷനൊക്കെയും കൂടിയിട്ട് ഇനിയാണ് ബാക്കിയുള്ള പരിപാടികൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു വേറൊരു സ്പോട്ടിലേക്ക് പോകണമെന്ന്. അപ്പം ടൈം വളരെ ശോകമാണ്. കിലോമീറ്റർ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്വർഗമേടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 5:45. ശരിക്കും സൺസെറ്റിന് ടൈം ആവാറായി. വെളിച്ചമുള്ള സമയത്ത് സ്വർഗമേട് എത്താനാണ് ഞങ്ങൾ നോക്കണേ. ഇപ്പോൾ അതേ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഇനിയുണ്ട്. റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ശോകമാണ്. ഇപ്പോൾ സ്വർഗമേട് ഏകദേശം എത്താറായേക്കാണ്. നമ്മുടെ കോളേജിലുള്ള എല്ലാ പിള്ളേർക്കും വരാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വൈകുന്നേരമായി. ഇനി തിരിച്ച് വീട്ടിലേക്കാവുമ്പോൾ എത്തുമ്പോഴേക്കും ഒരു പാതിരാത്രി ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു 3 വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ
ഇപ്പോൾ സ്വർഗമേടാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. റോഡ് അത്യാവശ്യം ശോകമാണ്, എന്നാലും ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് കയറി പോകാവുന്നതേ ഉള്ളൂ, വലിയ സീനൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ മൊത്തം വ്യൂ എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരമായി, ശരിക്കും രാവിലെയാണ് ശരിക്കും വൈബുള്ള ഫീല്. ആ സമയത്ത് ഇനിയിപ്പോൾ രണ്ടാമതും ഒന്നും കൂടി ഞങ്ങൾ പോകും. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഏകദേശം സ്പോട്ടെത്തി, പക്ഷേ ഇരുട്ടായിപ്പോയി. സമയം 6:15, 6:30 ആവാറായി. സൺസെറ്റ് ജസ്റ്റ് മിസ്സായി. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും മൊത്തം കയറിയിട്ട് തന്നെ പോകാമെന്നാണ്. പറ്റാവുന്നതും ഇവിടെ അത്യാവശ്യം ടൈം ചിലവഴിച്ചു. പക്ഷേ ഒരു 12 മണിയാകുമെങ്കിലും വീട്ടിൽ ഇടുക്കിയിൽ നിന്ന് തിരിച്ച് അങ്കമാലി എത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിയും കുറേ ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും കുറേ യാത്രകളുടെ രസകരമായ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ പീസ് ഔട്ട്.